ഈ ഭൂമിയിൽ ഏറ്റവും വലിയ കല്ലറകൾ നിറഞ്ഞ സ്ഥലം ഞാൻ കണ്ടിട്ടുള്ളത് വെസ്റ്റ്മിനിസ്റ്റർ ആബയാണ്. ഇംഗ്ലണ്ടിനെ കിടുകിട വിറപ്പിച്ച നിരവധി ഭരണാധികാരികളുടെ കല്ലറകളുടെ നീണ്ട നിര വെസ്റ്റ്മിനിസ്റ്റർ ആബയിലുണ്ട്. മക്കയിലെത്തിയാൽ മുഹമ്മദ് നബിയുടെ ശവകുടീരം നിങ്ങൾക്ക് കാണാം. സലാലയിലെത്തിയാൽ ഇയ്യോബിൻ്റെ ശവകുടീരം നിങ്ങൾക്ക് കാണാം. മക്കപ്പേല ഗുഹയിലെത്തിയാൽ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ലേയയുടെയും ശവകുടീരങ്ങൾ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ദൈവത്തിന് സ്തോത്രം, പുരാതന ശവകുടീരങ്ങളുടെ മേൽമൂടി തകർത്തിട്ട് മക്കയിൽ മുഹമ്മദ് നബിയുടെയോ സലാലയിൽ ഇയ്യോബിൻ്റെയോ മക്കപ്പേല ഗുഹയുടെയോ മേൽമൂടി തകർത്തിട്ട് അതിൽ നിന്ന് വാരിയെടുക്കുന്ന ശവധൂളികകൾക്കകത്ത് മരിച്ചവൻ്റെ തിരുശേഷിപ്പുകൾ കിട്ടും. എന്നാൽ തിരുശേഷിപ്പ് അവശേഷിപ്പിക്കാതെ അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് ചരിത്രത്തിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ടെങ്കിൽ അത് ഈ രാത്രി നമ്മൾ സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ കല്ലറയാണ്.